പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും സാധാരണഗതിയിൽ ഒരു സ്ട്രെച്ചിന് 6000 പേരാണ് ഇപ്പോഴ് ഈ ലൈവിൽ പങ്കെടുത്ത് സാധാരണ പ്രാർത്ഥിക്കാറുള്ളത്. അത് കഴിയുമ്പോൾ വീണ്ടും ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഒരു മണിയാകുമ്പോൾ അത് 11,000 പേരാകും. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ അതൊരു 20,000 പേരാകും. അങ്ങനെ ഇന്ന് 30,000 പേര് സാധാരണ രാത്രി 9 മണിക്ക് നോക്കുമ്പോൾ 30,000 പേര് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കും. പിന്നെ അത് പതുക്കെ കൂടിക്കൂടി വരും, ഉടമ്പടി ചെയ്തവരെല്ലാവരും അല്ലാത്തവരും. അപ്പം നമ്മൾ വലിയൊരു സമൂഹമാണ് കർത്തൃസന്നിധിയിൽ കണ്ണീരിടുന്നത്. അതുകൊണ്ട് ഈ ആരാധനയുടെ അകവും പുറവും എപ്പോഴും മനുഷ്യൻ്റെ വേദനകൾ പരിശുദ്ധ അമ്മ വഴി നമുക്കറിയാം. ഇതൊരു ഉടമ്പടി ആരാധനയാണ്. ലോകത്ത് ആകപ്പാടെ ഉടമ്പടി ആരാധന നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾക്ക് വാഗ്ദാന പ്രകാരം നമ്മൾ അവകാശികളാണ്. അമ്മ അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ജീവനോടെ ഇപ്പോഴും അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ട് ആ അൾത്താറ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്നത്. അപ്പം അത്രയും ശക്തമായൊരു ബോധം എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഉണ്ടാകണം. ഞാൻ പറയുന്നത് 5 ഭൂഖണ്ഡങ്ങളിലൊക്കെയിട്ട് ഉറക്കം നിന്ന് വരെ ആൾക്കാർ ഇപ്പോഴേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യത്യസ്തമായ ജീവിത പ്രശ്നങ്ങളാണ്. കാര്യം ജീവിത പ്രശ്നങ്ങളുടെ സമാശ്വാസ കേന്ദ്രമാണ് കൃപാസനം. കാര്യം ഇതിപ്പോൾ തുടങ്ങിയതല്ല, 89 തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ആദ്യം കിട്ടിയ ദൈവവചനം, ക്ഷീണിതന് വിശ്രാന്തി നൽകാൻ അവിടുന്ന് ഒരു ശിഷ്യനെപ്പോലെ എന്നെ അഭ്യസിപ്പിച്ചു. യെശയ്യായുടെ പ്രവചനങ്ങളാണ് 9:4. ആദ്യത്തെ വചനങ്ങളാണിത്. അതായത് അത് ഇന്നും മാറ്റമില്ല. അല്പം മാറിയപ്പോൾ ഉടമ്പടി തുടങ്ങിയപ്പോൾ 33:9 വന്നു ജെറമിയ. എന്താ? കർത്താവ് കണ്ണീരോടെയാണ് അവിടെ അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. എന്നുവെച്ചാൽ എങ്ങനെ നയിക്കും? കർത്താവിൻ്റെ വചനത്തിന് നയിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വചനങ്ങളെല്ലാം വാഗ്ദാനങ്ങളിലൂടെ വിശ്വസ്തനായ ദൈവം തന്നെ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നവർക്ക് അതായത് അല്പം പോലും വ്യത്യാസമില്ലാതെ ദൈവം ആ വാഗ്ദാനം പാലിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ആരാധന കൂടുമ്പോൾ എൻ്റെ മക്കൾ കൂടുതൽ ഇപ്പം ഞാൻ നിങ്ങളോട്, അതായത് നിങ്ങളുടെ വിശ്വാസ നിലവാരം ഒന്ന് അളക്കണത് നല്ലതാണ്. കാര്യം ഉടമ്പടി ആരാധനയ്ക്ക് സാധാരണ വിശ്വാസം പോരാ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങളുടെ വിശ്വാസം അളക്കുന്നതിനെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം. അതായത് ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, പെട്ടെന്ന് ആകസ്മികമായ ഒരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിച്ചോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ മകന് എവിടെയെങ്കിലും ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ പെട്ടെന്ന് മകൻ വീടിൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ അവൻ്റെ മൂക്കൊലിക്കുന്നുണ്ട്, അവൻ ചുമക്കുന്നുണ്ട്, അവന് പനിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് കോവിഡാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വിശ്വാസം അളക്കാൻ വേണ്ടി ഉള്ള, വിശ്വാസം അളക്കാനല്ല, വിശ്വാസ നിലവാരം നോക്കാം. ഇപ്പം നിങ്ങളുടെ മകനാണ് അല്ലെങ്കിൽ മകള്, അവളെ പുറത്ത് പോയിച്ചും വരികയെ. ഇപ്പോൾ സ്കൂളിൽ നമുക്കറിയാം, ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകാം, ആശുപത്രി തന്നെ പോകാം. അങ്ങനെ പോയിച്ചും വരുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവളുടെ മൂക്കൊലിക്കുന്നുണ്ട്, റണ്ണിങ് മൂക്കാണ്. അതുപോലെ തന്നെ കൊച്ചു പനിക്കുന്നുണ്ട്, കൊച്ചിനെ തൊട്ട് പനിക്കുന്നുണ്ട്, കൊച്ച് ചുമക്കുന്നുണ്ട്. അപ്പോൾ കോവിഡിൻ്റെ സ്വാഭാവികമായ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എല്ലാം അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്നാലും പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ കോവിഡ് ആയിരിക്കുമോ എന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ ആശങ്കപ്പെട്ട, വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ? നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ പ്രതികരണം ചില പറയും, ഇപ്പം കൊച്ചിനെ ഉടനെ ക്വാറന്റൈൻ ആക്കി,
നമ്മൾ റിപ്പോർട്ട് ചെയ്തു, അതൊക്കെ ദാറ്റ്സൊക്കെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ ഈ കോവിഡ് കുറഞ്ഞിരിക്കണ എന്താ കാര്യം? കുറേ പേർ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അതാണ് ഇങ്ങനെ കോവിഡ് കുറച്ച് ആക്ഷേപിച്ച് പറയുകയല്ല, റിപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ കുറിച്ച് പൊതുവെ നാട്ടിൽ സംസാരം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം റിപ്പോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു രാഷ്ട്രത്തോടും സമൂഹത്തോടും കാണിക്കുന്ന ഒരു സ്വാഭാവികമായ നീതി. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ ആരോഗ്യം മാനിച്ചുകൊണ്ട് സ്വയം പക്ക ക്വാറന്റൈനിലായിരിക്കണം. ആരോഗ്യമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയണത്. ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ, എന്നെപ്പോലുള്ള കക്ഷികളെ കുറിച്ചല്ല ഞാൻ പറയണത്. ജസ്റ്റ് ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുകയാണ്, വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസ് എന്തായിരിക്കും ഇങ്ങനെ ആണെന്നറിഞ്ഞു കഴിഞ്ഞാൽ? ഉടനെ നമ്മൾ ഭൗതികമായിട്ടുള്ള പല ആൾക്കാരും ഭൗതികമായിട്ടുള്ള എന്തെല്ലാം ചെയ്യാൻ പറ്റും, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ആയുർവേദം എന്താ പറയണത്, ഹോമിയോ എന്താ പറയണത്, ഇങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിൽ എവിടെ ക്വാറന്റൈൻ ഉള്ളത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഹറിബറി ആയിട്ട് അന്വേഷിക്കും. നിങ്ങളുടെ മാർക്ക് പോയി, തീർന്ന്, പരിപാടി തീർന്ന്. അത് ആർക്കും ചെയ്യാൻ പറ്റും. വെദർ യു നോ ഗോഡ് ഓർ നോട്ട്, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ ഇല്ലയോ, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ദൈവവും നിങ്ങളുമായിട്ട് ഇപ്പോൾ ദൈവത്തെ അറിയാം നമ്മൾ പറയുന്നു, പക്ഷേ പല ആൾക്കാർക്കും ഫലത്തിൽ ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയാമെങ്കിൽ ആദ്യം ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കത്തില്ല. ആദ്യം മെഴുകുതിരി കത്തിച്ച് മുട്ടേ നിൽക്കും. അങ്ങനെ 20% വരെ ഉള്ളൂ. നീ ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പല വിഷയങ്ങളും താമസിക്കാൻ എന്നാ കാരണം എന്നറിയാവോ? യു ആർ നോട്ട് ഗിവിങ് ദ പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോ. ദൈവത്തിന് ആദ്യ പ്രഥമ സ്ഥാനം കൊടുക്കണില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ, ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, അതായത് ആരുടെ ജീവിതത്തിലും എന്തും എപ്പോഴും സംഭവിക്കാം. ആ സെക്കൻഡിൽ വാട്ട് വിൽ ബി യുവർ പ്രൈമറി റെസ്പോൺസ്, ആദ്യത്തെ റെസ്പോൺസാണ്. ഇപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ അർദ്ധങ്കപ്പെടില്ല, ശബരിമലയില എവിടെയെങ്കിലുമൊക്കെ ഈ അതവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് നേർച്ച കാഴ്ചകൾ വെക്കും. അതൊന്നും വല്ല പ്രശ്നം. വാട്ട് വിൽ ബി യുവർ പ്രൈമറി റെസ്പോൺസ്, നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഇത് കാരണം, അതായത് ഇത് വളരെ സീരിയസ് വിഷയമാണ്. കാര്യം ഒന്നാമത്തേൽ ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇപ്പോൾ 6:38 നമ്മൾ വായിക്കില്ലേ, 39 ലുക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷത്തിൽ അത് ആ വചനം ഓർത്താൽ ആ വചനത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ മാരകമായ ഈ സ്ഫോടക വസ്തു ഇരിപ്പുണ്ട്. അതായത് നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പണിയായില്ലേ? ഇത് വെരി സീരിയസ് തിങ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴും അങ്ങയുടെ തിരുസന്നിധിയിൽ ശരണപ്പെടുന്നതായിരിക്കണമേ. മക്കളൊന്ന് പ്രാർത്ഥിച്ച അച്ഛൻ്റെ കൂടെ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തില് എന്ത് സംഭവിച്ചാലും എൻ്റെ ആദ്യ പ്രതികരണത്തില് കർത്താവേ നിന്നോടുള്ള ശരണപ്പെടൽ ഉണ്ടാകണമേ. പ്രൈസ് ദി ലോർഡ്. ഇത് ആൾക്കാർ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു റാങ്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ MOHന് പാസ്സായി, അപ്പോഴേ നിങ്ങൾ ഉടനെ വിളിക്കും, കൂട്ടുകാരത്തിനെ വിളിക്കും. കാര്യം കൂട്ടുകാരത്തിയാണ് ഇന്നലെ മിനിയൊക്കെ ചോദിച്ചത്, റിസൾട്ട് വന്നാടി എന്ന്. അപ്പം നമ്മൾ ഓർക്കണത്, ആദ്യം നമ്മൾ കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറയും, റിസൾട്ട് വന്നേട്ടാ, ഞാൻ പാസ്സായി കേട്ടാന്ന് പറയും. പോയി വിക്കറ്റ് വീണ്, തീർന്ന്, പരിപാടി തീർന്ന്, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്താ കാര്യം? അവിടെ ദൈവം നിൻ്റെ കൂട്ടുകാരത്തിയാണ്. പല അണ്ണന്മാർക്കും പ്രശ്നം വരുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഉള്ളുകളിലെയും കള്ളത്തരവും എല്ലാം ദൈവത്തിനറിയാം. അത് കഴിഞ്ഞ് ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും, അയ്യോ കുറേ പ്രാർത്ഥിച്ചതാണല്ല, ദൈവത്തിന് നന്ദി പറഞ്ഞല്ല എന്നാ പറഞ്ഞേക്കുക. അപ്പോഴെന്താ? വളിച്ച് നിങ്ങളുടെ പല പ്രാർത്ഥന വളിച്ച പ്രാർത്ഥനകളാണ്, തണുത്ത പ്രതികരണങ്ങളാണ്.
ഇനിയെങ്കിലും ഇതിൻ്റെ എന്താ ഇത് ഇങ്ങനെ പറയണമെന്നറിയാവോ? നോബഡി ടു റിമൈൻഡ് യു. അതാണ് പ്രശ്നം. നോബഡി ടു റിമൈൻഡ് യു. ഇങ്ങനെ ഒരു എക്സ്പെൻസ്, ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു എക്സ്പീരിയൻസ് വന്നാൽ അതാണ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന്. നോബഡി ടു റിമൈൻഡ് യു. നിങ്ങളോട് ആരും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാ പറയേണ്ടത്? അപ്പനും അമ്മയോ? അപ്പനും അമ്മയൊന്നും അല്ല. അപ്പനും അമ്മ കുറച്ച് മരിച്ചു പോകും. ആരാ പറയേണ്ടത്? ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് പറഞ്ഞു തരേണ്ടത്. മെഴ്സിക്കുട്ടി, ഇത് ഈശോയ്ക്ക് ഉടനെ നന്ദി പറ, ദൈവത്തിന് നന്ദി പറ, അപ്പായ്ക്ക് നന്ദി പറ എന്ന് പറയുന്ന ആരാണ്? അത് ഓർപ്പിക്കാൻ മിനിമം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവ് നമ്മൾക്കുണ്ടാകുന്ന എപ്പോഴും ഗ്യാരണ്ടി ചെയ്ത് നോക്കണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ മൊബൈലിൽ കളിച്ചിട്ട് കാര്യമില്ല. പൈസ അടച്ച് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം നോക്കണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഈ മെസ്സേജ് പോണില്ലല്ലോ, ഈ മെസ്സേജ് പോണില്ലല്ലോ എന്ന് പറയും. മെസ്സേജ് പോകത്തില്ല. എങ്ങനെ പോകാനാ? ആ മെസ്സേജ് മുഴുവൻ ബ്ലോക്കായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 3 ദിവസമായിട്ട് അവിടുന്ന് റിമൈൻഡർ, സർവീസ് റൂമിൽ നിന്ന് റിമൈൻഡർ തരണതാണ്. ചാർജ് ചെയ്യാനുള്ള ദിവസമായി, ചാർജ് ചെയ്യാനുള്ള ദിവസം നിങ്ങൾ ചാർജ് ചെയ്തില്ല. ഇപ്പോൾ ലൈൻ പോകുന്നില്ല, ഈ കോൾ പോകുന്നില്ല. എന്താ കാര്യം? ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്കും വരണ ഇത് തന്നെയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മിനിമം പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഇത് ഓർപ്പിച്ചു തരാൻ ആരും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ അതുകൊണ്ടാണ് ഈശോ വചനം പറഞ്ഞത്. ഏത് വചനമാണ്? യോഹന്നാൻ 14:26. എന്നാ വചനം? നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതാണ് ഇത്. ഈശോയുടെ രീതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ്. എന്താണ്? 14:25 യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ അനുസ്മരിപ്പിക്കുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഫാക്കൽറ്റി പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം ഇന്ന് സഭയിൽ ലഭ്യമായ ഏറ്റവും ശക്തമായ മുദ്രിത പ്രാർത്ഥനയാണത്. പക്ഷേ ഈ മുദ്രിത പ്രാർത്ഥനയ്ക്കും ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം, പരിശുദ്ധാത്മാവിന് വേണം. കാര്യം അമ്മയുടെ ആധ്യാത്മികത, അമ്മയുടെ ജീവിതകാലം എല്ലാം വർക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ കൃത്യമായിട്ടും, അതായത് ക്രിസ്ത്യൻ പേരിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇത് കട്ടൻഡായിട്ട് ക്ലിയറാണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നടക്കണ, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല, അങ്ങനെയില്ല. ഇറ്റ് വിൽ ഹാപ്പൻ ബൈ നോ മീൻസ്. ഒരു തടസ്സമില്ലാതെ അത് നടക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ക്രിസ്ത്യൻ പ്രെയർ ഒരു പരിശുദ്ധാത്മാവിലുള്ള ഗൈഡഡ് ആയിട്ടുള്ള ഒരു വ്യാപാരമാണ്. പരിശുദ്ധാത്മാവിനെ നയിക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ പ്രെയർ ഡെഡ് ബോഡിയായി പോകും. ചുമ്മാ ചത്ത പോലെ ഇരിക്കും പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എപ്പോഴും ഈ കാര്യത്തിൽ ജാഗ്രത വേണം. പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചേ അച്ഛനോട് ചേർന്ന്. കർത്താവായ ദൈവമേ പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ എന്റെ ബോധമണ്ഡലങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഇപ്പം എടുത്ത വചനമില്ലേ,
ഇപ്പോൾ കർത്താവ് തന്ന വചനമാണ് നമുക്ക് ഈ സ്റ്റാൻഡിൽ. അതിന് മുകളിലൊരു വചനമുണ്ട്. അതായത് യോഹന്നാൻ 14:24. എന്താ വചനം എന്നറിയാവോ? അതായത് 23 തൊട്ട് നമുക്ക് വായിക്കാം. യേശു പ്രതിവചിച്ചു. ഏറ്റു പറഞ്ഞ മക്കളെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ, കർത്താവിൻ്റെ വചനമാണ്. അവർ ബോധം ഉണ്ടാണ്. ഒന്നിന് പറഞ്ഞ് യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. വചനപാലനം കർത്താവിനോട് സ്നേഹമായിട്ടുള്ള വിഷയമാണ്. കർത്താവിൻ്റെ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വചനം പാലിക്കേണ്ടത്. അത് മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പറഞ്ഞേ, അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വചനം പാലിക്കുന്നതനുസരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ചാണ് നമ്മൾ വചനം പാലിക്കേണ്ടത്. പക്ഷെ എന്നാ സംഭവിക്കാതെ കാരണം ദൈവം നമ്മൾ സാന്നിധ്യം നൽകും. ഇപ്പം നിങ്ങൾ ചോദിച്ചു, അച്ഛാ, ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ലോ ഒട്ടയല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 14:26 അനുസരിച്ച് കൊണ്ട് അനുസ്മരണം കിട്ടത്തുള്ളൂ. എന്ത് ചെയ്യണം എന്ന് കിട്ടത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? ദൈവം നമ്മളിൽ വന്ന് വസിക്കണം. ദൈവം നമ്മളിൽ വന്ന് വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, കർത്താവിനെ സ്നേഹിക്കണം. അതാണ് 14:23. അതിൻ്റെ കൂടെയുള്ള എന്താണ്? കർത്താവിനെ സ്നേഹിക്കുന്നവർ തന്നെ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഞങ്ങൾ വന്ന്, ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണത്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വന്ന് നിങ്ങളിൽ വസിക്കും. അതല്ലേ പറഞ്ഞ, അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ, 14:24 യോഹന്നാന്റെ സുവിശേഷം, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. ഇതിന് വേറെ ഒരു ഭയങ്കര രസകരമായ അവസ്ഥ ഉണ്ട്. അതായത് ഇതൊരു അച്ചാണി വചനമാണ്. അതായത് നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. ഇതെന്ത് സംഭവം അറിയാമോ? ഇപ്പം നമ്മൾ 14:23 അനുസരിച്ചുകൊണ്ട് കർത്താവിനെ, ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും വചനം പാലിക്കുകയും എന്ന് പറഞ്ഞ മക്കളെ, ദൈവത്തെ സ്നേഹിക്കുകയും വചനം പാലിക്കുകയും അതുവഴി എൻ്റെ ആത്മാവിൽ ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഉണ്ടാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പം നമ്മളെ ജീവിതത്തിൽ, ഇപ്പം ഈശോൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എന്താണ്? ഒറ്റക്കൊടുക്കലുണ്ടായിരുന്നു, അല്ലേ? സങ്കടകരമായ സംഭവമല്ലേ ഒറ്റക്കൊടുക്കൽ? അത് ആ ഒറ്റക്കൊടുക്കാതിരുന്നവൻ്റെ തൊലിക്കെട്ടി ഭയങ്കരമാണ്. കർത്താവ് ഇവരെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മർക്കോസിൻ്റെ സുവിശേഷം 14:21 എന്താ പറയുക? ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാം. കാര്യം അത്രയ്ക്ക് തൊലിക്കെട്ടിയ കാര്യം. കർത്താവിനെ ഒറ്റക്കൊടുക്കാൻ ഇരിക്കണവൻ മേശയിൽ തന്നെ അന്ത്യത്താഴത്തിന് ഇരിക്കണേ. അപ്പോൾ ഒരു ചളിപ്പുമില്ല. അതായത് ടോട്ടലി ചേഞ്ച് ആ മനുഷ്യൻ്റെ മൈൻഡ്. അതായത് ഇരിക്കണത് അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാർ ഇന്ന് വരെ ജീവിച്ച് കാണത്തില്ല.
ഇപ്പോൾ ബ്രൂട്ടസ് തന്നെയാണ് സീസറിനെ കൊന്നതും, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നു. അങ്ങനെ കുറേ അധികം ആൾക്കാരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിലും ഈ കൊല്ലണ മുമ്പ് ഇരുന്ന് ഊണ് കഴിക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് കാട്ടിമേച്ച് മനുഷ്യരാശിക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, നാളെ ചിന്തിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യനായിട്ട് പോലും ജനിച്ചിട്ട് കാര്യമില്ലെന്ന്. അത്രയും ദുഷ്ടതയായി. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയാണ്, അങ്ങനെയുള്ള തിന്മ, അത്രയും വലിയ ദ്രോഹം തൻ്റെ മേശപ്പുറത്ത് ആണ് കൈവച്ചിരിക്കണമെങ്കിലും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. അത് ഏതായാലും നമ്മൾ ഈ പറഞ്ഞ വാക്കുമായിട്ട് ബന്ധമുള്ളതാണ്. കർത്താവ് പറഞ്ഞത് ദിസ് ഈസ് എ സിറ്റുവേഷൻ, ദിസ് ഡ്രാസ്റ്റിക്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ വല്ലാണ്ട്, അത് 14 മർക്കോസാണോ 14-ാം അധ്യായം 21-ാമത്തെ വാക്യം, ഇത്രയും വലിയ വെടിക്കുറ്റിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അത്രയും ഭയങ്കരമായ ഭീകരമായ വഞ്ചനയുടെ നടക്കുന്നോട് പറയും ഐ വിൽ ഗോ അക്കോർഡിംഗ് ടു ദി വാട്ട് ഈസ് റിട്ടൺ. എങ്ങനെയാണ്, എന്താണ് എന്നെക്കുറിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ ഞാൻ കടന്നു പോകും. ദൈവത്തിലെ യേശു അങ്ങനെയാണ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ ഓപ്ഷനുള്ളത്? ഒരു ഓപ്ഷനും ഇല്ല. അതുതന്നെ ഓപ്ഷൻ. കർത്താവ് പറഞ്ഞത് എന്താണ്? അതായത് മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകേണ്ടത് എങ്ങനെയാണ്? അതാണ് വിഷയം. ഓരോ വ്യക്തിയും ഒരു പെസഹായിൽ കൂടെ കടന്നു പോകേണ്ടി വരും, അല്ലേ? ഓരോരോ സമയത്ത് ഒരു ചെങ്കടൽ നീന്തേണ്ടി വരും നമുക്ക്. ഈ ചെങ്കടലൊക്കെ നീന്തേണ്ടി വരുമ്പോൾ അത് നീന്താൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ അവൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വചനം തന്നെയാണ്. അതാണ് ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ? അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:23 നമ്മൾ കണ്ടില്ലേ? അതായത് യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വാക്ക് പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ അടുത്ത് വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ്, അതായത് ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആരാണ് ഗ്യാരണ്ടി? ഏത് യൂദാസായാലും തള്ളിപ്പറഞ്ഞ പത്രോസായാലും നടക്ക് നിൽക്കണ ഈശോയ്ക്ക് ഗ്യാരണ്ടി ആരാണ്? ഒറ്റ കൊടുക്കണ യൂദാസുമല്ല, തള്ളിപ്പറഞ്ഞ പത്രോസുമല്ല. ഇവിടെ നടക്കുകയാണ് പിതാവ് ഈശോയ്ക്ക് നിൽക്കേണ്ടി വരണമെങ്കിലും ഈശോയുടെ ഗ്യാരണ്ടി ആരാണ്? ഇവരാരുമല്ല. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എന്താണ്? വചനമാണ് ഗ്യാരണ്ടി. കർത്താവിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്, കർത്താവിനെക്കുറിച്ച് എന്താണ് വചനത്തിലുള്ളത്, അത് തന്നെയാണ് നമ്മുടെയും ഗ്യാരണ്ടി. അതുകൊണ്ടാണ് അമ്മയുടെ ഗ്യാരണ്ടി. ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പറയുകയാണ്, അമ്മയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ്. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഈശോനെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ അമ്മ കാത്തു നിൽക്കുന്നില്ലേ? അപ്പോൾ ആൾക്കാർ വന്ന് ഈശോനോട് പറയണില്ലേ? 8:21 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം. ഈശോനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുന്നു. എന്താ? അപ്പോൾ ചെറുക്ക് മനസ്സിലായി അത് അമ്മയാണെന്ന് മനസ്സിലായിട്ട്, ആ അമ്മയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ആൾക്കാരല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് ഈശോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈശോ കൂളായിട്ട് പറയും, ഈ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് രസമാണ്. ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് എൻ്റെ അമ്മ. ഇനി നമ്മൾ എപ്പോഴും വായിക്കുന്ന വചനമാണ് ലുക്ക 11:27 അല്ലെങ്കിൽ 28. എന്താ വചനം? 11 അതായത് നിന്നെ പാലൂട്ടിയ പയോധരങ്ങൾ ഭാഗ്യമുള്ളതെന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയും
എൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈശോക്ക് മനസ്സിലാകുമ്പോൾ അപ്പോഴും ഈശോ പറയും, ആരാണ് എൻ്റെ അമ്മയെന്നറിയാമോ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും. ഞാനിപ്പോൾ ഇത് കോട്ട് ചെയ്യാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ വചനവും നമ്മൾ അതായത് ലൂക്ക 8:27 അത് 8:21 11:28 ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ വചനമില്ല. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. 14:24 നമ്മൾ വായിച്ചത്. 14:21 അതായത് എന്നെ സ്നേഹിക്കുന്ന എന്നാൽ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14:21 അതിനല്ലേ അമ്മയെക്കുറിച്ച് പറയണത്. അമ്മയും പിന്നെ ജീവിച്ച ജീവിതം എന്താണ്? അമ്മയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നുപോയ ആളാണ്. ലുക്കായുടെ 8:21 11:28 പറയുന്നത് ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അമ്മ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോണ ആളാണ്. അതുകൊണ്ടാണ് വേവലാതിയുടെ സമയം വരുമ്പോൾ ഈശോയും പറയും, എന്നെ ഒറ്റ കൊടുക്കാതിരിക്കണവൻ്റെ കൈകൾ എൻ്റെ മേശപ്പുറത്ത് തന്നെ ഉണ്ട്. 22:21 വിശുലൂക്കായുടെ സുവിശേഷമില്ലേ? വിശുലൂക്കായുടെ സുവിശേഷം 22:21 എന്നെ ഒറ്റ കൊടുക്കാതിരിക്കുന്നവൻ്റെ കൈകൾ എൻ്റെ മേശപ്പുറത്ത് തന്നെ ഉണ്ട്. താഴത്തെ വചനം എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതുതന്നെയാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 14:21 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ. ദൈവമേ, എൻ്റെയും നിങ്ങളുടെയും നിശ്ചയം എന്താണ്? നമ്മൾ വിധിയിലല്ല വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? വചനത്തിലാണ്. വചനമാണ് നമ്മുടെ വിധി. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഈശോ ഓരോ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയാണ് നമ്മൾ ജീവിത പ്രശ്നങ്ങളിൽ കൈവരിക്കേണ്ട ക്രിസ്തീയ നിലപാട്. ഈശോ ഓരോ പ്രശ്നങ്ങളിൽ സമീപിക്കുന്ന രീതിയാണ് ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ക്രിസ്തീയ നിലപാട്. ഞാൻ എന്തെങ്കിലും പറയണമെന്നറിയാമോ? ഇപ്പോൾ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 22 യുദാസിൻ്റെ വിശ്വാസവഞ്ചനയെ കുറിച്ച് പറയുമ്പോഴെന്താ പറയണത്? 53 വിശുദ്ധ ലൂക്ക 22:53 ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. ഇതുപോലെ ഈ സമയം നമുക്കും ഉണ്ടാകും. ഇതുപോലെ സമയം നമുക്കും ഉണ്ടാവും. ഇത് കണ്ടില്ലേ? അതായത് ഞാൻ ലൂക്ക 22:53 ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. അതായത് നമ്മൾ അകപ്പെടേണ്ട വലിയ സമയങ്ങളുണ്ടാവും അപകടത്തിൻ്റെ. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വിടും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തിനാ അങ്ങനെ പരീക്ഷിക്കണമെന്ന്? പരീക്ഷ എന്തിനാ? സിമ്പിളല്ലേ?
പരീക്ഷ എന്തിനാ? ഇപ്പോൾ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷ എന്തിനാണ്? അവന് 7ാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാ. വേറെ പ്രശ്നം സിമ്പിളാണ്. പരീക്ഷ എന്തിനുള്ളതാണ്? അപ്ഗ്രഡേഷന് വേണ്ടിയുള്ളതാണ്, അല്ല ചവിട്ടി താത്താനുള്ളതല്ല. അപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷയ്ക്ക് വിടും. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. എത്ര വചനം? 53 22 ലൂക്ക 22:53. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം പോലും മാറി നിൽക്കുന്ന, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറയണമുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ സാധനം. അതായത് ചില സമയത്ത് ദൈവം പോലും ഇങ്ങനെ മാറി നിൽക്കും. അപ്പോഴും നമ്മൾ ഒരിക്കലും ഈ ക്ലച്ച് പോയ വണ്ടി പോലെയുള്ള അവസ്ഥയാണ്. അതായത് ബ്രേക്കിംഗ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ബ്രേക്ക് നമ്മൾ ചവിട്ടിയിട്ട് കിട്ടാത്ത സമയത്ത് നമ്മൾ എന്തു ചെയ്യും? ഇതുപോലെ ജീവിതത്തിൻ്റെ ചില സമയത്ത് അന്ധകാരത്തിൻ്റെ സമയം വരും. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഇനി എങ്ങാനും ഇപ്പം ദൈവം പോലും കേൾക്കണില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ല എങ്കിൽ നീ വിശ്വാസം ജീവിച്ച ആളല്ല ശരിക്കും. ഇപ്പം ചില സൈക്കോളജിസ്റ്റ് പറയത്തില്ലേ, ആത്മഹത്യയെക്കുറിച്ച് പ്രാവശ്യം പോലും ചിന്തിക്കാത്തവൻ ജീവിതം ജീവിച്ചവനില്ലെന്നും. ഞാൻ ആ അർത്ഥത്തിൽ പറയുകയല്ല, പക്ഷേ ഇത് മസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകേണ്ട, ഒരു വിശ്വാസി മസ്റ്റായിട്ട് കടന്നു പോകേണ്ട ഒരു ഡാർക്ക്നെസ്സിൻ്റെ ടൈമാണ്. അതാണ് ഈശോ പറയണത്. എന്താണ്? ഈ ലൂക്ക 22:53. ഇത് നിങ്ങളുടെ സമയമാണ്, തിന്മയുടെ സമയം. എന്താണ്? അന്ധകാരത്തിൻ്റെ ആധിപത്യം. ഇത് മക്കളെ, ഇത് കണ്ടില്ലേ? അത് ഈ ഇങ്ങനെ ഒരു സമയം വരുമ്പോഴും കർത്താവ് പറയുന്നൊരു വാക്കെന്താണ്? ഇരുട്ടിൻ്റെ കാലമാണ്, പക്ഷേ ഞാൻ നിന്നൊന്നും കളയത്തില്ല, ഇരുട്ട് കണ്ട് പേടിച്ച് നിൽക്കത്തൊന്നുമില്ല, ഞാൻ കടന്നു പോകും. ഈ വചനത്തിൻ്റെ കൂടെയല്ല, ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യം. ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ കോവിഡ് നിനക്ക് വീണ്ടും രണ്ടാമത് വന്നെന്ന് വിചാരിച്ചോ? ഇപ്പോൾ ചില ആൾക്കാർ പറയും കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ചില ശ്വാസകോശങ്ങൾക്കൊക്കെ ചില പാടുകളൊക്കെ വരുമെന്ന്. എൻ്റെ മക്കളെ, അതായത് നീ ഒരു വിശ്വാസിയാണെങ്കിൽ കർത്താവ് നിനക്ക് ആന്തരികമായ അഭിഷേകം തരും. അതിൻ്റെ പാട് പോലും കാണാത്ത രീതിയിൽ നീ ഇത് വിശ്വസിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ല, നീ പേടിച്ചുകൊണ്ടല്ലേ ഇരിക്കേണ്ടത്, വിശ്വസിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പം നമ്മൾ കൃപാസനത്തിൽ ഗൂഗിൾ മീറ്റിലൊക്കെ ചില ആൾക്കാർ സാക്ഷ്യം പറയുന്നത് എന്താണ്? അച്ഛാ, അതിൻ്റെ പാട് പോലും കാണാനില്ല എന്ന് പറയും. എന്താ കാര്യം? ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാട് പോലും കാണത്തില്ല. മക്കളെ, പിന്നെ ഈ എപ്പോഴും ഇങ്ങനെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം. എന്താ പ്രശ്നം എന്ന് പറയുക? ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? ഇപ്പം നിങ്ങൾക്ക് 55 വയസ്സുണ്ടാവും, പക്ഷേ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ, ഞാൻ 55, 60, 80 വയസ്സുള്ള ആൾക്കാർ വരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ദുരന്തം എന്താണെന്നറിയാമോ? അതായത് 55 വയസ്സുണ്ട്, ഈ കക്ഷിക്ക് പണ്ട് ആദ്യ കുർബാന കൈക്കളപ്പാടിന് കിട്ടിയ ആ വിശ്വാസം മാത്രമേ ഇപ്പോഴും ഉള്ളൂ. അതിനുശേഷം അപ്ഗ്രഡേഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ മേഖലയിൽ അപ്ഗ്രഡേഷൻ നടന്നിട്ടില്ല. ഇങ്ങനെ ദുരന്ത ക്രിസ്ത്യാനി കുറേ ഉണ്ട്. അതായത് പണ്ട് പഠിക്കണ കാലത്ത് വിശ്വാസം, അമ്മ ഒരു വിശ്വാസം തന്നിട്ടുണ്ട്, അപ്പനൊരു വിശ്വാസം തന്നിട്ടുണ്ട്, വേദപാഠ ക്ലാസ്സിൽ നിന്നൊരു വിശ്വാസം കിട്ടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഒരു 8 പോയിൻ്റ് ആണെങ്കിൽ 80ാമത്തെ വയസ്സിലും ഈ 8 പോയിൻ്റോട് ജീവിക്കണം ദുരന്ത ക്രിസ്ത്യാനിയുണ്ട്. 8 പോയിൻ്റ്. അതിൻ്റെ അപ്പുറത്ത് വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്താണ് അപ്ഗ്രേഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പരീക്ഷ എഴുതാതെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഏത് ക്ലാസ്സായാലും പരീക്ഷ ഉണ്ടാകുമല്ലോ. ഇവർ പരീക്ഷയുടെ സമയം ഒന്നെങ്കിൽ കോപ്പി അടിച്ച് കാണും. കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പുസ്തകത്തിലൊക്കെ വരുമെന്നല്ലാതെ നമുക്ക് നമ്മുടെ വിജ്ഞാനം നമുക്ക് വർദ്ധിക്കത്തില്ലല്ലോ. അത് വലിയ പ്രശ്നമാണ്. ഒന്നെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെ
വേറെ ആരെങ്കിലും കൊണ്ട് കൈകാര്യം ചെയ്യിക്കും. ഇവരുടെ പ്രശ്നങ്ങളെ വേറെ ആൾക്കാരെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കും. അത് വലിയ ഒരു സ്വന്തരമാണ്. കാര്യം ചെയ്യാൻ പറ്റും. നിൻ്റെ അമ്മ, അപ്പന, പെങ്ങള, അങ്ങളെ ആരൊക്കെയാണെങ്കിലും നിൻ്റെ ജീവിത പ്രശ്നം അവർക്ക് ഏറ്റെടുക്കാം. നിൻ്റെ ജീവിത പ്രശ്നം അവർക്ക് ഏറ്റെടുക്കാം. പക്ഷേ നീ അത് ഏറ്റെടുക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ പ്രവർത്തിക്കാനുള്ള വാതിലടച്ചിരിക്കും. അവരാധ്യാത്മികത വളരുകയും ചെയ്യും, നീ പഴയ 0 പോയിൻ്റ് ഇരിക്കുകയും ചെയ്യും. ഇതാണ് ഒരാധ്യാത്മിക ഭയം എന്ന് പറയുന്നത്, ഒരു നെഗറ്റീവ് ഫിയർ എന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങളെ ആടെങ്കിലും തലത്ത് വെച്ചിട്ട് തല ഊരിക്കൊണ്ടിരിക്കും. അതിൽ ഇപ്പം എന്താ ചോദ്യം? അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിനക്കൊരു ജീവിത പ്രശ്നമുണ്ട്, ഇപ്പം നീ പ്രഗ്നൻ്റാണ്, നിൻ്റെ കുഞ്ഞ് 8-ാം മാസം ആകുമ്പോഴും ഡോക്ടർ പറയണ ഇത് ചെരിഞ്ഞ് വരുമെന്ന് തോന്നണില്ല കേട്ടോ നോക്കിയിട്ടാണ് പറയണത്, അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് പറയുകയാണ് ഇതീ പറഞ്ഞിട്ട് 9 ചെരിഞ്ഞ് തിരിഞ്ഞ് വരുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പോൾ അമ്മയുമായിട്ട് ആശുപത്രിയിൽ പോയതാണ്. എന്നിട്ട് ഡോക്ടർ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നീ അമ്മയുമായിട്ട് ആശുപത്രിയിൽ നിന്ന് പോന്നിട്ട് നിൻ്റെ ചിന്ത ഇതാണ്, കുട്ടി ചെരിഞ്ഞ് വരത്തില്ലായിരിക്കുമോ, വന്നില്ലേ എന്നാ ചെയ്യും, കുട്ടി എങ്ങനെ ചത്താൻ പറ്റേ പോവോ അത് കടന്ന്, ഇങ്ങനെ നീ ചിന്തിച്ച് കുളമാക്കും. പക്ഷേ നീ പ്രാർത്ഥിക്കത്തില്ല. എന്താണ്? നീ എന്നിട്ട് ഏജൻസിക്ക് കൊടുക്കും പ്രാർത്ഥന. അതാണ് പ്രശ്നം. ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എൻ്റെ കുഞ്ഞ് ചെരിഞ്ഞ് വരത്തില്ലെന്നാണ് പറഞ്ഞത്. അല്ല, കൊടുക്കേണ്ടതെന്നല്ല അച്ഛൻ പറയണത്. നമുക്കൊരു ജീവിതം ഉണ്ടായ പ്രശ്നമുണ്ടായ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാം പറയും. അതല്ല, അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അവിടെയാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായോ? അതായത് ഇപ്പം അമ്മ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അനിയത്തി പ്രാർത്ഥിക്കും, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച സത്യമാണ്. പക്ഷെ നമ്മളൊരു ജപമാല പോലും ചെല്ലത്തില്ല. അതാണ് ഞാൻ പറയണത്. പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അത് ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് കൈകാര്യം ചെയ്യും. എന്നാ പറ്റും? നീ അമ്മുമ്മയായാലും ശരി 5-ാം ക്ലാസ്സിലെ വിശ്വാസമായിരിക്കും നിനക്ക് ഉണ്ടാകുന്നത്. ഇന്ന് പല ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം അതാണ്. അവർക്ക് വയസ്സ് 60-65 പക്ഷേ വിശ്വാസം എന്ന് പറയണത് നമ്മുടെ ആ സിനിമയിലൊക്കെ ഉള്ള ചില പക്രുചേട്ടനൊക്കെ ഇല്ലേ, ആ പക്രുചേട്ടനൊക്കെ 10-47, ഇപ്പം എനിക്കുള്ളത് 51 വയസ്സാൻ പറ്റുമുണ്ട്. പക്രുചേട്ടൻ്റെയൊക്കെ പൊക്കമെന്ന് പറയണത് അത്രയേ ഉള്ളൂ. ഇതുപോലെ വിശ്വാസം സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണ്, മോശം സ്വഭാവമാണെന്ന് അറിയത്തില്ല. ഞാനൊരു മനുഷ്യനോടും പറയത്തില്ല. ആകാശം ഇടിഞ്ഞ് വീഴാൻ പോണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോടും പറയത്തില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ആധ്യാത്മികമായിട്ട് ഞാനൊരു ശുശ്രൂഷയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ ആരെയും ഏൽപ്പിക്കാത്തതാണ്. ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യത്തില്ല. ഞാൻ ഇന്നാളെ പിതാവുമായിട്ട് സംസാരിച്ചപ്പോഴേ, അപ്പോൾ ഇന്ന് പിതാവിനോട് ഞാൻ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ 10-35 കൊല്ലം ഇതുപോലെ വർക്ക് ചെയ്യണത്, പല ഇടവക ഇരുന്നുണ്ട്, എന്നെ തല്ലുകയോടെ ചെയ്തിട്ടുണ്ട് നാട്ടുകാർ. അന്നും ബിഷപ്പ് ഹൗസ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എന്തെല്ലാം ഈ കൃപാസനത്ത് നാട്ടുകാർ വന്ന് തല്ലിയിട്ടുണ്ട്, ഇവിടെ പ്രവർത്തകരാ. അന്നത്തെ കാലത്ത് പോലും ഒരു മനുഷ്യരോടും പറയത്തില്ല. അപ്പം നിങ്ങളൊക്കെ ജോസഫിന് പ്രശ്നമില്ല. അതായത് പ്രാർത്ഥിക്കുന്നവന് അടിക്കടി പ്രശ്നം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? അപ്ഗ്രഡേഷന് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആൾക്കാർ നമ്മുടെ കൃപാസനത്തിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ല, ഇത് അടച്ചിട്ടാലും ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് നിന്നേക്കാമെന്ന് പറഞ്ഞിട്ട് വരും. പുറത്ത് നിന്നിങ്ങനെ മണിക്കൂറുകളൊക്കെ നോക്കി വെച്ചും സ്റ്റേജിൽ നോക്കി പ്രാർത്ഥിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് വന്നപ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും പായിച്ച് എല്ലാത്തിനും ചാർജ് ചെയ്ത് കേസ് ചാർജായി പോലീസ് പെനാൽറ്റി അടിച്ചു. അത് സ്വാഭാവികമായിട്ട് രാജ്യത്തെ നിയമമാണത്, അത് ചെയ്യേണ്ടതാണത്. കാരണം ആൾക്കാരെല്ലാം കൂടിക്കഴിഞ്ഞാൽ കൊറോണ വന്നാൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് താങ്ങാൻ പറ്റണില്ല. പക്ഷേ എന്താണ് നമ്മളുടെ ടി വിയിലൊക്കെ വന്നത്, കൃപാസനത്തിൽ റെയ്ഡ് എന്നും പറഞ്ഞ് കുറേ ടി വി എഴുതി കാണിച്ചു. ചില എഴുതി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിന് എതിരെ കേസ്,
എന്തും ആയിക്കോട്ടെ, ഇതൊരു കുഞ്ഞു കാര്യമാണ്. പോലീസ് സ്വാഭാവികമായിട്ടുള്ള ഒരു മെഷീനറി ഉപയോഗിച്ചിട്ട് അവരൊരു ജനങ്ങളെ ശാസിച്ച് വിട്ട കേസാണ്. പക്ഷേ അതല്ല, ഇതിനേക്കാൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴല്ല, പണ്ട് മുതൽ അത് തന്നെ പരിപാടി. അമ്മയോട് പറയും, ഇത്ര ഗ്രേഡ് കൂടി എനിക്ക് താങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുർബാനയ്ക്ക് പറയാം. താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പറയത്തുള്ളൂ. എന്താ പ്രശ്നം വെച്ചാൽ കുർബാന നിത്യജീവന് വേണ്ടിയുള്ളതാണ്, അല്ല നമുക്ക് ആട് വളർത്താനും പശു വളർത്താനും ഉള്ളതൊന്നുമല്ല. അതുകൊണ്ട് കുർബാനയെ തൊട്ട് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നിത്യജീവന് വേണ്ടിയാണ്. അത് അർപ്പിച്ചിരിക്കുന്നതും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതും നിത്യതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അമ്മയുമായിട്ട് കൈകാര്യം ചെയ്യും. എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാവോ? നമ്മളുടെ വിഷയം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. ആൾക്കാർ പ്രാർത്ഥിക്കണില്ലെന്നല്ല, ചില ആൾക്കാർ ചെയ്യണ ഒരു കാര്യം അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരുണ്ടെങ്കിൽ അച്ഛനെ ഏൽപ്പിക്കും, ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള വൈദികരെ ഏൽപ്പിക്കും, ദാറ്റ്സ് ഓക്കെ. എൻ്റെ മക്കളെ, അതേസമയം തന്നെ നിങ്ങൾ തന്നെ അതിൽ ഇൻവോൾവ് ആകണം. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. നിങ്ങൾ ഇൻവോൾവ് ആകാതെ മറ്റുള്ളവരെ ഏജൻസി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വളരത്തില്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് ഇപ്പം പണ്ട് നമ്മൾ ഞങ്ങളൊക്കെ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു പാഠം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. എന്നാ പറഞ്ഞാൽ, അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. ഇപ്പം ആ പാടൊന്നുമില്ല, 55 കൊല്ലം നമ്മുടെ ചരിത്രമാണ്. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും. പാൽ കുടിക്കഴിഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയണത്? ഞാൻ അച്ഛനോളം വലുതാവണം. അതാണ് സിമ്പിൾ. ആ സിമ്പിൾ ലോജിക്കാണ് ആധ്യാത്മിക വർക്കൗട്ട് ചെയ്യണത്. ദൈവം ആഗ്രഹിക്കുക, അത് തന്നെ ഈശോ പറഞ്ഞത്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നമ്മളെല്ലാം അച്ഛനോളം വലുതാകണമെന്നാണ് ഈശോയും ആഗ്രഹിക്കുന്നത്. ഇപ്പം 5:49-48 മത്തായിയുടെ സുവിശേഷം അതല്ലേ ഈശോ പറയണത്. അതായത് നമ്മൾ വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ അച്ഛനോളം വലുതാവണം. അപ്പോൾ അതായത് ദൈവത്തിലേക്ക് നമ്മൾ വളരണം. ഈ ദൈവത്തിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പണ്ട് ഈ പത്രോസ് ഒന്ന് വെട്ടി സഹായിച്ചില്ലേ, ആ വചനം ഞാൻ മറന്നുപോയി, ചിലപ്പോൾ ഡെസ്കിൽ നിന്ന് ചിലപ്പോൾ ഇടുമായിരിക്കും. അതായത് പത്രോസ് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ ഭിടലേക്ക് വെട്ടിയതാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ചെവിയാണ് അറ്റുപോയത്. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്ക് എന്താ പറയണത്? നീ വെട്ടി സഹായിക്കണ്ട, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അതാണ് അതേ വചനം കിട്ടും. അതായത് യോഹന്നാന്റെ സുവിശേഷം 18:11 അതാണ്. അതായത് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത്. ഇതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത്. അച്ഛൻ പറയണമെന്നൊന്നും പറയണില്ല. ഞാൻ പതിനൊന്നും ഓർത്ത് വന്ന ആളല്ല. ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? അവനവന് ഉള്ളത്. പൗലോസ് അപ്പോസ്തലൻ പറയവേ, അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണമെന്ന് പറയണില്ലേ? എന്തിനാണെന്നറിയാം? പെടലിയൊടിയാൻ വേണ്ടിയല്ലേ പറയണത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണം. എന്തിനാണ് ചുമക്കണത്? നമ്മുടെ പെടലൊടിഞ്ഞു പോയിട്ട് കർത്താക്ക് നീരി വീഴാനല്ല. അങ്ങനെ ചുമക്കുമ്പോൾ നമ്മൾക്ക് ബലം കിട്ടും, ആത്മബലം. നമ്മൾ ഈ ആത്മബലം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവൊക്കെ മൊത്തമായും ചിലരെയും ചോദിക്കട്ടെ, ആത്മബലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് നമ്മളുടെ ഭാരങ്ങൾ പൗലോസ് പറയണ പോലെ നമ്മൾ തന്നെ എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. കർത്താവ് പറഞ്ഞ പോലെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് ആത്മബലം ലഭിക്കണത്. അതാണ് ഈ പൗലോസ് പറയുമ്പോഴേ, അതായത് ഇപ്പം റോമ 5:5 വായിക്കണില്ലേ? കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, അത് തന്നെ ആത്മബലം.
അപ്പോൾ ഈ ആത്മബലം എന്ന് പറയുമ്പോൾ കഷ്ടത വേണം. റോമ 5:5 അനുസരിച്ചുകൊണ്ട് കഷ്ടത വേണം. കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം. അപ്പോൾ ഈ ആത്മധൈര്യം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കണത്? കഷ്ടതയിൽ നിന്നാണ് ലഭിക്കണത്. അപ്പം കഷ്ടത നമുക്ക് തരുമ്പോൾ അതിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? കഷ്ടത സഹനശീലവും ഉണ്ടാകണം. സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആത്മബലത്തിനാണ് നമ്മുടെ സഹനം, നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കണമെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോഴും മറ്റുള്ളവരെ നമുക്ക് സഹായത്തിന് വിളിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന കൈയേൽപ്പിക്കാനും പറ്റുമെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കരുത്. അല്ല, എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് സഭ അനുഭവിക്കുന്ന ആത്മീയ ദുരന്തങ്ങളിൽ ഒരു കാര്യം ഇതാണ്. കാര്യം ചെറുപ്പക്കാരായിട്ടുള്ള 60% പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. സത്യമായിട്ട് അറിയാൻ പാടില്ല. ഒരു 40% വരെ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ചിലർ അപാര അഭിഷേകമുള്ളവരുണ്ടാകും. ഈ 60% പേര് എന്താ ചെയ്യണത്? അവർക്ക് ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കറിയാം പ്രാർത്ഥിക്കേണ്ടതാണെന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടാത്തത് കൊണ്ടും അതിന് സമയം ചെലവഴിക്കാനില്ലാത്തത്, അവർക്ക് അതിനുള്ള ശീലമില്ല. ഇത് കാര്യം എന്താ പറയുക, ഈ പ്രാർത്ഥന എന്നൊക്കെ പറയണതേ ഒരു ശീലമാണ്, ശീലമാണേ. അപ്പം പ്രാർത്ഥനയ്ക്ക് ശീലം ആകണമെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റ്, ശീലം. എന്താണത്? ഇറ്റ്സ് എ റിപ്പീറ്റഡ് ആക്ഷൻ. അതൊരു കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ ശീലമാകത്തില്ല, പല പ്രാവശ്യം ശീലമാകണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ശീലമുണ്ടാകാൻ വേണ്ടി ദൈവം ചിലപ്പോൾ മാസം ഓരോ പ്രസംഗം ഇങ്ങോട്ട് തരും. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചല്ല, പ്രാർത്ഥന ഇല്ലാത്തവന്മാർക്കൊക്കെ ഒരു പ്രശ്നവുമില്ല, അവർ തലയിൽ കിട്ടി നടക്കത്തില്ല, ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡയലോഗ് അയച്ചിട്ടൊരു കഥയുമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന രാത്രി ആയാലും കർത്താവ് ശിഷ്യന്മാരെ കടലിൽ വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നമുക്ക് മുമ്പിലുള്ള മാതൃക അതാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ 18:11 യോഹന്നാന്റെ സുവിശേഷം വായിച്ച പോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം മറ്റുള്ളവർ കഴിച്ചിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുമെന്ന് കരുതരുത്. അതാണ് 18:11. ഞാൻ കുടിക്കേണ്ട പാനപാത്രം, പിതാവിലേക്ക് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പം പാനപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹനമാണെന്ന് ഉറപ്പ്. പാനപാത്രം എന്ന് പറയുമ്പോൾ സഹനമാണ്. അപ്പോൾ ഒരു ചെറിയ, അതായത് സഹനങ്ങളിലെ വരുമ്പോൾ 2 രീതി നമുക്ക് എടുക്കാം. ഒന്ന്, ആ സഹനം ചില സമയത്ത് ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ സഹിച്ച് മാറേണ്ടതുണ്ടാവും. ഓപ്ഷൻ ഇല്ല. ഇപ്പം എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് പിറ്റേ ആഴ്ച അപ്പം മരിച്ചു. അപ്പം അതിന് ഓപ്ഷൻ ഇല്ലല്ലോ. ഞാൻ സെമേരിപ്പോയി 2.5 മാസമാണ് കരഞ്ഞത്. ഓപ്ഷനില്ല. അപ്പൻ ഉയർപ്പിച്ചു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പക്ഷെ അപ്പൻ മാറിയപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് ഒരാൾ വന്നായിരുന്നു. അയാൾ ഇന്നും എൻ്റെ അടുക്കൽ നിന്ന് പോയിട്ടില്ല. അമ്മ. കാര്യം അപ്പം മരിക്കണ ദിവസം 10 മണി തൊട്ട് അപ്പം 3 മണി വരെ അമ്മ 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 എന്ന് പറഞ്ഞ് 23 ദിവസം മിണ്ടാതെ കിടന്ന അപ്പനാണ് അവസാനം അമ്മ അമ്മ എന്ന് പറഞ്ഞത്. അതായത് അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ആ അമ്മ നമ്മളെ വളർത്തിക്കൊണ്ട് വരും. ഇവിടം വരെ വന്നു. ഇതുപോലെ തന്നെയായിരിക്കും. അതായത് നമ്മൾക്ക് ഒരിക്കലും ആബ്സൻസ് ഉണ്ടാകത്തില്ല മക്കളെ, ഒരിക്കലും. ഒരു മനുഷ്യൻ പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരവും ഏറ്റവും വലിയ ബ്ലാസ്ഫമി ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് പറയണതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈശോ എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ഈശോ ഒരു കുറെ ഇറച്ചിയായി ബോധമണ്ഡലം മങ്ങണ സമയത്ത്
നിവർത്തിയില്ലാണ്ട് പറഞ്ഞേച്ചും വേദനയുടെ തീവ്രതയെന്ന് മനസ്സിലാക്കി അടുത്ത സെക്കൻഡിൽ ഈശോ പറഞ്ഞു ഐ കം ഓൺ മൈ സ്പിരിറ്റ്. പ്രാർത്ഥനയുടെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രീതി അതാണ്. ചില സമയത്ത് വേദന സഹിക്കാതെ വരുമ്പോൾ ദൈവമേ എന്നെ കൈവിട്ടാന്ന് ചോദിച്ചാൽ അടുത്ത ശ്വാസത്തിൽ നീ പറയണം കർത്താവേ സോറി, സഹിക്കാണ്ട് പറഞ്ഞു പോയതാണ്, നീയും പറഞ്ഞില്ലേ പറഞ്ഞു ഐ കം ഓൺ മൈ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു, ഞാൻ അങ്ങയുടെ മനസ്സ് അനുസരിച്ച് സമർപ്പിക്കുന്നു. അതാണ് സാധനം. ഇപ്പം പറയാൻ പറയരുതെന്ന് ഞാൻ ശഠിക്കുകയല്ല, പറഞ്ഞു പോകും. മനുഷ്യാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ വേദന കൂടുമ്പോൾ നമ്മൾ ആരായാലും പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞാലും ബോധത്തിൽ അറിയണം. അതായത് മനുഷ്യൻ്റെ ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണെന്ന് ഈശോ പറയുന്നില്ലേ. അപ്പോൾ ശരീരം ബലഹീനമായതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദൈവത്തെ കർത്താവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ല എന്ന് നമ്മൾ ചോദിക്കും, പരിഭവപ്പെടും, വേദനപ്പെടും. പക്ഷേ എന്നാലും എൻ്റെ മക്കളെ ആ സെക്കൻഡ് തന്നെ കയറി ജാമ്യം എടുത്തേക്കണം. എന്താണ് ഐ കം ഓൺ മൈ സ്പിരിറ്റ്, ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു എന്ന് പറയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശാശ്വതമല്ല, ഒരു വേദനയും ശാശ്വതമല്ല, ഒരു പ്രശ്നവും ശാശ്വതമല്ല. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ ആ സഹനവും ആവശ്യമായിരുന്നുള്ള സൂചനയാണുള്ളത്. എന്തിനാണ്? മഹത്വത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മളുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിരിക്കണം. കർത്താവിൻ്റെ കൂടെ കൃപാസനത്താറയിലെ അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നീ വേദനയുള്ള സ്ഥലങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ ചെയ്താൽ മതി, ചെയ്യണം. തീർച്ചയായിട്ടും കർത്താവ്, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. കർത്താവേ എന്നെ അങ്ങയുടെ സൗഖ്യത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കർത്താവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്കിപ്പോൾ ഗർഭിണികൾക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കത് കാര്യം അറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സുഖപ്രസവം കിട്ടണമെന്ന്. അല്ലാതെ ഒരു ഷെഡ്യൂൾഡ് പ്രേയറിൻ്റെ ഭാഗമല്ലത്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കും, കർത്താവേ ഗർഭിണികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയല്ലോ, എനിക്കിതൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് അങ്കലാപ്പിടുന്നവരുണ്ട്. അവരും ഈ സമയത്ത് അടിവയറ്റ് കൈവെക്കണം. നിങ്ങൾ കർത്താവ് കുഞ്ഞിനെ തരുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആൾക്കാരൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിയേക്കണം. ഞാൻ നിങ്ങളോട് വേറെ ഒന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇല്ലേ? എന്താ ചോദിക്കുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്ഷ്യം പറയണമെന്ന് മാത്രമേ കൗൺസിലിൽ വന്നവർക്ക് അറിയാൻ പറ്റൂ, ഇല്ലേ? അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. അച്ഛൻ പറയണ ഒരേ ഒരു കാര്യം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറയണത്, അന്നും ഇന്നും എന്നും പറയണത്. അതുകൊണ്ട് ഇപ്പോഴേ കുഞ്ഞുങ്ങളില്ലാത്തവരെ അടിവയറ്റ് കൈവെക്കണം, കുഞ്ഞുങ്ങളുള്ളവരും അടിവയറ്റ് കൈവെക്കണം. അപ്പം നിങ്ങൾ പറയും അങ്ങനെ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞ് കച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. ചില വലിയമാർ സഹിക്കാൻ പറ്റുന്നത് പറയാം, വെച്ചാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അല്ലേ ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത്. എൻ്റെ ചേച്ചമ്മയെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ബന്ധവും പരിചയവും അടപ്പമൊക്കെ ഉള്ളവർ, ഗർഭിണികൾ അല്ലെ കുഞ്ഞുങ്ങളില്ലാത്തവർ, അവരൊക്കെ ഓർക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനൊരു മനസ്സന്തോഷം തോന്നും. ശരിയാണല്ലോ, അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പരസ്നേഹമല്ലേ അത്.
അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാ ഗർഭിണികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവെ, ഞങ്ങളെല്ലാ ഗർഭിണികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവ് എന്തൊരു നൊമ്പരമാണ് മനസ്സിൽ കർത്താവെ ആഘാതം അനുഭവിക്കുന്ന ഈശോയെ. അങ്ങനെ പലതരത്തിൽ കർത്താവ് ഈ സമയത്ത് വിവാഹം ബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരുടെ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ കർത്താവ് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. പക്ഷേ വിവാഹം താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. വിവാഹം നടന്നിട്ടില്ല, പിന്നെയാണ് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ 10-37 വയസ്സ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചതാണ്. നിങ്ങൾ ആരും ധരിക്കരുത്, അച്ഛനൊന്നും വായിക്കണില്ലെന്ന്. വായിച്ച ഇതാണ്: എൻ്റെ അമ്മയ്ക്ക് 56 വയസ്സ്, എനിക്ക് 37 വയസ്സെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരിയേറെ മെസ്സേജുകൾ അച്ഛൻ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മറുപടി തരണില്ലെന്നേ ഉള്ളൂ. കാര്യം 100-500 ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മറുപടി തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിഷമിക്കരുത്. അച്ഛൻ എല്ലാം നോക്കി സമയം കിട്ടുമ്പോഴെല്ലാം നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ മെസ്സേജ് വിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, മക്കളില്ലാത്തവരെ. അവരിപ്പോൾ ഓർക്കുകയാണ്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്, അവരിപ്പോഴും ഓർക്കുക, ആൾക്കാരിൽ ഓർക്കുകയാണ്. അതുപോലെ ഗർഭിണിയാണ്, പക്ഷേ കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ളവരുണ്ടാവും, അവരെ ഇപ്പോൾ ആൾക്കാരെ ഓർക്കുകയാണ്. മക്കളെ ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, അവരെ കൂടി ഓർക്കുന്നു കർത്താവേ. ഇപ്പോഴും നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ ഗർഭം ധരിച്ചുകൊണ്ട് നടന്ന കാലം എല്ലാം അമ്മ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ഗർഭിണികളെയും അമ്മ സ്പർശിക്കണമേ. എലിസബത്തിൻ്റെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഗർഭിണിയെ കണ്ട് പ്രാർത്ഥിച്ച അമ്മ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധമ വലത് കരങ്ങൾ ഇപ്പോൾ എല്ലാ ഗർഭിണികളുടെയും വയറിൽ ഇപ്പോഴേ റെസ്റ്റ് ചെയ്യട്ടെ, വിശ്രമിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിടയാളത്ത് ദൈവശക്തിയാൽ മക്കളില്ലാത്തവരും മക്കൾ ഉണ്ടായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ഗർഭിണികൾക്ക് അസ്വസ്ഥത ഉള്ളവരെല്ലാം യേശു നാമത്തിൽ ഇപ്പോഴേ അനുഗ്രഹിക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമില്ല ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഗൂഗിൾ മീറ്റിലൊക്കെ കാണുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വിൻഡോയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്തുമാത്രം മനുഷ്യരാണ് ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയണത്. ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തവരും. കാര്യം കൃപാസനത്തിലാണെങ്കിൽ ദൈവം വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. 40 ദിനം നീണ്ടു നിൽക്കുന്ന വീട്ടിലൊരു ദിവസക്രാരി, അതിൽ 8:30 ജോനത്തിൻ്റെ ദൈവകാരുണ്യ സന്ദേശം. അതിനുശേഷം കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ അഭിഷേക ശുശ്രൂഷകരും കൃപാസനത്തിൽ എത്തുകയാണ് സന്ദേശം കൊടുക്കാൻ വേണ്ടി. അതായത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നമുക്ക് നൽകിയ ഒരു സ്വർഗീയ അപ്പം പോരാ, അനുഗ്രഹം കൈ തന്നിരിക്കുന്ന പോലെയാണ്. ഈശോ സ്വർഗീയപ്പമാണ്. ഞാൻ അതിലെ ഉദ്ദേശിച്ചത് അനുഗ്രഹം എന്ന് പറയുന്ന സ്വർഗീയപ്പം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴാണ് ആ സമയത്തൊക്കെ കൃപാസനത്തിലേക്ക് അതിൻ്റെ ലിങ്കിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾ സ്വർഗീയ വിരുന്നിൽ, അതായത് വീട്ടിലൊരു ദിവസക്രാരി പങ്കെടുക്കണം. ഇതുമാത്രം മനുഷ്യരെ സാക്ഷ്യം പറയണം. ഗൂഗിൾ മീറ്റിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയത്തെല്ലാം ഞാൻ ചില സമയത്ത് അവരുടെ സങ്കടങ്ങൾ കാണുവേ. അപ്പം ഞാൻ അത് കൈകാര്യം ചെയ്യുന്ന ജോബിനച്ഛൻ ജോമളാണെങ്കിലും ഞാൻ എൻ്റെ മുറി ഇരുന്നുകൊണ്ട് ഇതിനെ വാച്ച് ചെയ്യും.
അപ്പോഴൊക്കെ കുറേ രോഗികൾ. അപ്പോൾ ഞാനോർക്കും ദൈവമേ എന്തൊരു വിഷമമാണ്. അപ്പോൾ വേദനിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ അവരെല്ലാം ഓർക്കുകയാണേ. ഗൂഗിൾ മീറ്റിൽ ക്യാൻസർ സ്റ്റേജ് 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ എനിക്ക് അതിൻ്റെയൊക്കെ സങ്കടം ഇപ്പോഴും ആയിട്ട് കേൾക്കുമ്പോൾ. അതായത് അതിന് കരൾ രോഗികൾ, ഈ ആൾത്താരയിലൊക്കെ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വ്യക്തികളുടെ വീട്ടിൽ ചെന്നിട്ട് ആ കരൾ രോഗം വന്ന് വീഴ്ത്ത വയറെ തൊട്ടിട്ട് ആ മൊത്തം പഴുപ്പ് രാത്രിക്ക് ബെഡ്റൂമിൽ ഒഴുകിപ്പോയിട്ട് ആൾ സുഖപ്പെട്ട സാക്ഷികളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണിത്. അപ്പോൾ എന്ത് രോഗമാണെങ്കിലും എൻ്റെ മക്കളെ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് കുഴഞ്ഞോ, പ്രാർത്ഥിച്ച് തളർന്നു പോയോ, വിഷമിക്കണ്ട. നിങ്ങൾക്ക് കൃപാസനത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന നിത്യാരാധനയും ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതായത് രാത്രിയും പകലുമാണ് ഇവിടെ ദൈവാരാധന ഉയരണത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴേ എല്ലാ കരൾ രോഗികളെയും ഇപ്പോഴും ഓർക്കുകയാണ്. കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവച്ചേക്കണം. ഇപ്പം കർത്താവ് അവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ കിഡ്നി രോഗികളെയും പ്രാർത്ഥിക്കുകയാണ്. അവർ കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ചേക്കണം. കർത്താവ് ഇപ്പോഴവരെ സ്പർശിക്കും. ഞങ്ങളിപ്പോഴെല്ലാ ഉദര രോഗികളാണ്. ഉദരത്തിൽ സിസ്റ്റുള്ളവരെ, ഉദരത്തിൽ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെയൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്, മുഴ സുഖപ്പെട്ടെന്ന്. അത് അവർക്ക് മുഴ വരുമ്പോഴേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ചൂട് എന്താണെന്ന്. ഒരു മനുഷ്യന് ഒരു കുരു പോലും വേദനയാണ്. ഒരു രോമം അടന്നു പോയാൽ അവിടെ ഒരു കുരു വന്നു കഴിഞ്ഞാൽ 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അത്ര കണ്ട് മനുഷ്യൻ വേദനിക്കുകയാണ്. ഇപ്പോൾ വേദനിക്കുന്ന മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാണ്, പ്രാർത്ഥനയെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അതൊരിക്കലും മനുഷ്യനായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒരിക്കലും ആയിരിക്കത്തില്ല. പിന്നെ ആക്ഷേപിക്കുന്ന ആരാ? കക്ഷി വേറെയാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയണില്ല. പക്ഷേ നിങ്ങൾ ഓർക്കാം, എന്ത് രോഗമാണോ അവിടെ ഇപ്പോഴേ യേശുക്രിസ്തു നാമത്തിൽ പത്രോസ് കൈ നീട്ടിയപ്പോൾ, പത്രോസിന് മുമ്പിൽ കുരുടൻ കൈ നീട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? പൊന്ന് വെള്ള എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കൃപാസനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്കുള്ളത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള മാധ്യസ്ഥയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എവിടെയാണ് രോഗം, എവിടെയാണോ വാത രോഗമാണെങ്കിലും ശരി, പിസർപ്പ രോഗങ്ങളാണെങ്കിലും ശരി, അതുപോലെ സോറിയാസ് രോഗങ്ങളാണെങ്കിലും ശരി, തലക്കുണ്ടാകുന്ന കേടുകളാണെങ്കിലും ശരി, മാറാത്ത പനിയായാലും കോവിഡ് ആയാലും എവിടെയാണ് രോഗം, എന്ത് രോഗമാണ് കർത്താവ്, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴയായാലും ശരി, അതുപോലെ തന്നെ അർസസ് രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, അതുപോലെ സ്പോണ്ടിലോസിസ് അസുഖങ്ങൾ, എല്ലാ രോഗങ്ങളുടെ മേൽ എവിടെയാണ് നിന്റെ ഞരമ്പ് വിട്ടിരിക്കുന്നത്, എവിടെയാണ് നിന്റെ അസ്ഥി വിട്ടിരിക്കുന്നത്, എവിടെയാണ് നിന്റെ കോശങ്ങൾ ഡീക്കേ ആയിക്കൊണ്ടിരിക്കുന്നത്, ആ മേഖലയിലെല്ലാം കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ ശ്വാസകോശത്തെ കർത്താവ് സ്പർശിക്കുന്നു. വരും രോഗികൾ കേൾക്കുക, ഇപ്പോഴും കർത്താവ് നിന്റെ ശ്വാസകോശത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വിശുദ്ധമായ അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന ആൾക്കാരെ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ഇപ്പോഴും മാരക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, തീരാരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിതത്തിൽ ഒരു ഗതിയും പദ്ധതിയും ഇല്ലാതെ ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാത്തവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ പോകാൻ പറ്റാത്തവർ, ജീവിതം കുരുങ്ങിപ്പോയവര്, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴേ നികുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ സ്ഥിരീകരണത്തിന് അടിയളവുണ്ടാകാം. മാർഗരോഗങ്ങള്, തിരാവേദികള്, ദുരിതങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഉടമ്പടി ധ്യാനത്തിലെ 10,000 പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. ആശീർവാദത്തിന് ഇനി ഒരു 3-4 മിനിറ്റ് കൂടിയുണ്ട്. ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
നിന്റെ വിഷയങ്ങൾ എപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നീ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മുട്ട നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യർ എന്ത് കാണുകയും കാണിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം പ്രഖ്യാപിക്കുന്നവന് അതൊന്നും വിഷയമല്ല. അവൻ്റെ വിഷയം ദൈവം മാത്രമാണ്. മുട്ട നിന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിലെ. രോഗമുള്ളിടത്തു നിന്ന് കൈയെടുത്ത് മാറ്റണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണ്. കർത്താവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയെ അങ്ങനെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപാസാക്ഷാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ലോകം മുഴുവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ അറിവ് ശരിയാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, വഴി തെറ്റിപ്പോയ മക്കൾ, സാമ്പത്തിക കടങ്ങളാൽ ബാധ്യതപ്പെട്ട മക്കൾ, ദുസ്വഭാവത്തിൽ അകപ്പെട്ടു പോയ മക്കൾ, തെറ്റായ പ്രണയബന്ധത്തിൽ വന്നുപോയ മക്കൾ, രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന മക്കൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ. ജീവിതക്കുരുക്കുകൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവരെ, രേഖകൾ നഷ്ടപ്പെട്ടവരെ, സ്ഥലം വയ്ക്കാൻ പറ്റാത്തവരെ, വാങ്ങാൻ പറ്റാത്തവരെ, അങ്ങനെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, വിശ്വാസം കുറഞ്ഞു പോയവരെ, അവരെല്ലാവർക്കും അടയാളം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങളൊക്കെ നടത്തുന്നവരെ, ഇടയക്കടകളും സ്റ്റോളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വാടകയ്ക്ക് സ്ഥലം കൊടുത്തിരിക്കുന്ന, കെട്ടിടങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നവർ, മഹാകടങ്ങളിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർ, ബാങ്കിലടക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ, കർത്താവെ, ഒത്തിരി പേര് കണ്ണീരപ്പെടുന്നുണ്ട് കർത്താവെ. ഈ കോവിഡ് കാരണം അനേകം മക്കളുടെ ജീവിതം അധപ്പതിച്ച് നിലമ്പത്തിയിരിക്കണം കർത്താവെ. അവരെല്ലാം നീ ഓർക്കണമേ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ. അവരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ, ഇപ്പോഴും കൃത്യമായ വീട് കിട്ടാത്തവർ, സ്ഥലം കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, രേഖകളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അകപ്പെട്ടിരിക്കുന്നവരെ, കയറിപ്പോകാൻ ഇന്ത്യയിൽ നിന്ന് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ ജോലിക്ക് വേണ്ടി, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ഈശ്വരനോട് ഇപ്പം തന്നെ അവർക്ക് മധ്യസ്ഥം വഹിക്കണമേ. വലിയ അടയാളം കാണിച്ചുകൊണ്ട് അഭിഷേകം നൽകണമേ. ക്യാൻസർ രോഗികളെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തണുണ്ടോ? അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ മുന്തിരിങ്ങ പോലെ എന്തോ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ഒരുതരം മനുഷ്യരുടെ മുട്ട പോലെ കിടക്കുന്ന എന്തോ അവയവ രോഗങ്ങളാണ്. അത് വർദ്ധിച്ചതിന് കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതികട്ടെ. അസ്ഥികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അസ്ഥി ദേവിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അസ്ഥി നീളമുള്ള അസ്ഥികളെ കുഴകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ കർത്താവേ, ഈ സൗഖ്യത്തിനെല്ലാം നന്ദി പറയുന്ന കർത്താവേ. അവൻ ആശീർവാദം സ്വീകരിക്കാം. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുന്ന നിമിഷം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ